അവനെല്ലാം പോയോ? എടാ കുക്കറെ എണീക്കടാ, എടാ എണീക്കാൻ. ഇവനെ കൊണ്ട് തോറ്റു. അതെ പോലെ ഞാനും വരുന്നുണ്ട്. നിക്കവിടെ. ദേ വരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞെന്ന്. സദ്യയും കഴിഞ്ഞു കേട്ടോ. സത്യം. നിങ്ങൾക്ക് എന്തായാലും നല്ല ഉത്തരവാദിത്വം ഉണ്ട്. കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ഇല്ല, ഞങ്ങള് വെറുതെ വീടൊന്ന് കാണാൻ വന്നതാ. രാത്രി ഒരുപാട് വൈകിയില്ല, അതുകൊണ്ട് പറ്റിയില്ല. ദൈവന്മാരുടെ മുഖമൊക്കെ ഒന്ന് നോക്കി. അതെ അതെ, ഒന്ന് പോയി കുളിക്കടാ. ഭക്ഷണ സമയത്ത് ഉറങ്ങാൻ നിൽക്കട്ടെ. നല്ല വിശപ്പാ. എവിടെ ഭക്ഷണമൊക്കെ എവിടെ? കൊണ്ടുവരാം. അവര് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ പറ. വല്ലതൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഭക്ഷണം കൂടെ കളയല്ലേ. छुटे थाल थालियां पन दे मनारा गोरियां दे कालियां छुट गए लड्डू मठियाई कोलनी बन्ना तेरा रूप जो परी दे तोलनी कल सुन गोरिए लगा के काननी आ छुट गई जन तेनू दिता बनी ओए दिता बनी. എന്തായാലും ചടങ്ങുകളെല്ലാം വളരെ ഭംഗിയായി നടന്നു. ഇനി എല്ലാരോടും കൂടി പറയാ, എല്ലാവരും ഭക്ഷണം കഴിക്കൂ. മടിക്കണ്ട, കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. അത് നല്ല കാര്യം തന്നെയാ. നോക്കി, വിശന്ന് വലഞ്ഞ കൊരങ്ങന്മാരെ പോലെയല്ലേ ആഹാരത്തിന് വേണ്ടി എല്ലാവരും ആക്രമിക്കുന്നത്. വാക്കൊക്കെ സൂക്ഷിച്ചു പറഞ്ഞാ മതി. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിക്കാൻ ഞങ്ങൾക്ക് അറിയാതെ. എടാ സുജാ, ഇങ്ങോട്ട് വാടാ. വന്നു അമ്മായി. ഈ പെമ്പിള്ളേർ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഒന്നും കേൾക്കുന്നില്ല. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങൾ കേൾക്കാനാ? ഇവിടെ നിന്ന് സംസാരിക്കാം. ഒന്ന് പോടാ. അടുക്കളപ്പുറത്ത് നിന്നാണോ സംസാരിക്കുന്നത്? കഴിച്ചിട്ട് സംസാരിക്കാം. ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. അച്ഛന് കൊടുക്കാൻ വെച്ച പുതപ്പ് നീ ആർക്കാ കൊടുത്തത്? ലംബർദാറിനോ അമ്മാവനോ? അങ്ങേരെ അമ്മാവനല്ലേ, തലവേദനയാ. ലംബാർദാറിന് കൊടുത്തയച്ചിട്ടാ. നീ എപ്പോഴും എന്തേലും ഒക്കെ വളച്ചൊടിച്ചോണ്ടിരിക്കും. അമ്മായി, ഈ മണ്ടന്മാരുടെ കൂടെ അമ്മായിക്ക് എന്താ കാര്യം? ഈ മണ്ടനൊന്ന് വൈകിട്ട് കണ്ടാ കൊള്ളാന്നുണ്ട്. എന്ത് പറയുന്നു? എന്താടാ അത്? അവന്റെ ഒലിപ്പേര് കണ്ട. അതങ്ങ് വിട്ടേക്ക്. അങ്ങനെ എളുപ്പത്തിൽ ഇവിടെ വീഴ്ത്താന്നൊന്നും വിചാരിക്കണ്ട. അതെന്താ, അവള് ഈ ഭൂമിയിലെ വെള്ളമല്ലേ കുടിക്കുന്നത്? നമ്മളെവിടെ വന്നത് കഴിക്കാനാ, കൊച്ചു വർത്താനം പറയാനല്ല. വാ, ഇവിടെ ഇരിക്കി. ഇരുന്ന് കഴിക്കാൻ നോക്ക്. എന്തായാലും ഭക്ഷണം അടിപൊളിയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. മരുമകൻ അവിടെ ഒന്ന് ഇരുന്നാട്ടെ. അയ്യോ, എന്തെങ്കിലും മനസ്സിലായിക്കാണോ? ഇതൊക്കെ പഴയ സൂത്രങ്ങളല്ലേ. ഇവൻ മിടുക്കനാണ്. എന്നാ പിന്നെ പുതിയ അളിയാ. അളിയനൊന്ന് ചെന്ന് നോക്ക്. എന്റെ അളിയന് ഞങ്ങളെ പേടിയുണ്ടോ? ധൈര്യമായിട്ട് അങ്ങോട്ട്
എന്നാ പിന്നെ ഇരുന്നേക്കാന്നേ. ആ, എല്ലാരും കേട്ടോ? സമയമുള്ള ആളുകൾ മഹാമിടുക്കന്മാരാണ്. എന്താ പിള്ളേരെ ഇത്? ഓരോന്ന്. ഞങ്ങൾ അത്ര വലിയ മിടുക്കന്മാരൊന്നും അല്ല. എന്നാ ഇത് ആരുടെ കുരുട്ടുബുദ്ധിയാ? എന്തിനാ സമ്മാനം കൊടുക്കാനാ? ഏ? സമ്മാനമൊക്കെ കൊടുക്കാലോ. എന്നാ ഇങ്ങോട്ട് തന്നു. അത് ശരി. നീ കുട്ടിയായിരുന്നപ്പോ മണ്ണൊക്കെ എടുത്ത് തിന്നാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സമയമുള്ള ആൺകുട്ടികൾ മിടുക്കരല്ലേ? അതെ പെൺകുട്ടികളെ, ഒന്ന് നിർത്തിക്കോ. ഒരുപാടായി പാട്ടും കൂത്തുമൊക്കെ. പുരോ, പോയി കഴിക്കാൻ വല്ലതും എടുത്തോണ്ട് വാ. കുട്ടികളെ, നിങ്ങൾ വേറെ കാര്യങ്ങൾ നോക്ക്. പുറോ